രാജഗോപാലെ, ഇൻ ട്രബിൾഡ് വാട്ടേഴ്സ് ഇംഗ്ലീഷിലെ പ്രസിദ്ധമായിട്ടുള്ള ഇഡിയമാണ്. ഇപ്പോൾ ഹോർമൂസ് കടലിടുക്ക് തുറക്കാൻ വേണ്ടിയുള്ള ഈ ചർച്ച ഇസ്ലാമാബാദിൽ നടക്കുമ്പോൾ അതും ദ ടോക്സ് ആർ ഇൻ ട്രബിൾഡ് വാട്ടേഴ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന പരുവത്തിലാണ്. എന്തുകൊണ്ട്? ഡൊണാൾഡ് ട്രംപ് അതിസമർത്ഥനായ ഒരു നെഗോഷിയേറ്ററാണ്. ആണോ? ഞാനൊരു പൊട്ടനാണെന്നാണ്. അല്ല, അയാൾ അതിസമർത്ഥനായ ഒരു നെഗോഷിയേറ്ററാണ്. സമ്മർദ്ദ തന്ത്രമാണ് അയാൾ പ്രയോഗിക്കുന്നത്. ഇത് ഇറാനും അറിയാം. അതുകൊണ്ട് തന്നെയാണ് അവർ ബദൽ തന്ത്രങ്ങൾ അവരും പ്രയോഗിക്കുന്നത്. പക്ഷേ ട്രംപ് അയാൾ ഉദ്ദേശിക്കുന്നിടത്ത് ഏറെക്കുറെ ഇത് കൊണ്ടെത്തിക്കാതെ കപ്പലടുപ്പിക്കും. അതിനു മുമ്പ് അയാൾ ഇതിൽ നിന്ന് പിന്മാറില്ല. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് അയാളുടെ പ്രസ്താവന, ഇറാനിയൻ നേതാക്കളുമായി നേരിട്ട് സംവദിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞൊരു ഓഫർ അയാൾ വെച്ച്. അതായത് പാകിസ്ഥാന്റെ മധ്യസ്ഥം വേണ്ട. അതിന് വേറൊരു കാര്യമുണ്ട്. മുനീറിനെ അസീം എന്ന് പറയുന്നവൻ IRGയുടെ ഒറ്റുകാരനാണെന്നാണ് ഫെഡറൽ ഇന്റലിജൻസ് ഏജൻസി ഇപ്പൊ അവരുടെ US ഇന്റലിജൻസ് ഏജൻസി റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് അതും ഇവരുടെ ഒരു തന്ത്രമാണ്. കാരണം ഈ പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ഈ പ്രശ്നം തീരൂല്ല എന്ന് ഈ ചർച്ച തുടങ്ങുമ്പോൾ തന്നെ അവർക്കറിയാം. പാകിസ്ഥാൻ ഒരു പ്രസക്തിയില്ല, അവരെ കൊണ്ടൊന്നും പറ്റൂല. ഇറാനെ സ്വാധീനിക്കാനോ അവർക്ക് പറ്റില്ല. അതവർക്ക് ഈ ട്രംപിന് ഈ ചർച്ച തുടങ്ങുമ്പോഴേ അറിയാം. പക്ഷേ എന്തിന് ഈ നാടകങ്ങൾ എന്ന് വെച്ചാൽ ഇത് ഓരോ സംഭവങ്ങളും ഇങ്ങനെ വയ്ക്കും. ഇയാളിങ്ങനെ പ്രഷർ ചെയ്യുകയാണ്, ഓരോരോ പ്രഷർ ടാക്ടിക്സ്. ഇപ്പൊ ഈ കപ്പൽ പിടിച്ചെടുത്തു, ഒരു കപ്പൽ ഇതിൻ്റെ ഇടയിൽ യുദ്ധവെടി നിർത്തലിൻ്റെ ഇടയിൽ ഒരു കപ്പൽ പിടിച്ചെടുത്തു. അതൊരു സമ്മർദ്ദതന്ത്രമാണ്. ഉടനെ ആ ഇറാൻകാർ നമ്മൾ ചർച്ച ഇല്ല, നിർത്തി എന്ന് പറഞ്ഞു. ഇപ്പോൾ ശരിക്കും അങ്ങനെയുള്ള സ്റ്റേജിലാണ്. വൈസ് പ്രസിഡന്റ് വാൻസ് ഒക്കെ പാകിസ്ഥാനിലേക്ക് വന്നിട്ടുണ്ട്, ഇസ്ലാമാബാദിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഇറാന്റെ ആരും പങ്കെടുക്കുന്നില്ല എന്നാണ്. പക്ഷേ രഹസ്യമായി ഇറാൻ പ്രതിനിധികളെ അയച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുണ്ട്. ഇതിലേതാണ് ശരിയെന്ന് നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ എന്തായാലും എനിക്ക് തോന്നുന്നു പാകിസ്ഥാൻ തന്നെ അങ്ങ് ഇറാൻ ആവുക. ഇറാന് വേണ്ടി അവർ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. അവർ ആദ്യം ചെയ്യാൻ പോകുന്ന ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കപ്പലുകൾക്ക് എതിരെയുള്ള ഉപരോധം നിർത്തലാക്കണമെന്ന് അമേരിക്കയോട് ആവശ്യപ്പെടുക. കപ്പലുകൾ കൊണ്ടുള്ള ഉപരോധം അവിടെ നടത്തുന്നുണ്ടല്ലോ ഇപ്പൊ അവര്. അതായത് ഇറാന്റെ കപ്പലുകൾ പോകാൻ അനുവദിക്കാത്ത രീതിയിൽ. അല്ല, അതൊന്നും അമേരിക്കയെ കൊണ്ട് സമ്മതിപ്പിക്കാൻ പാകിസ്ഥാന് കഴിയില്ല. അത് കഴിയില്ല, കേൾക്കുകയില്ല. പക്ഷേ പറഞ്ഞിരിക്കുന്നത് ഇറാന്റെ വാർത്താ ഏജൻസി ആയിട്ടുള്ള തസ്നിമാണ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. അല്ല, അവര് ശ്രമിക്കുന്നുണ്ടാവാം, പക്ഷെ അതൊന്നും വിജയിക്കാൻ പോകും. ഇതിലെ ആത്യന്തികമായ ഒറ്റ ഉദ്ദേശമേ ട്രംപിനുള്ളൂ. ഇറാന്റെ കയ്യിലുള്ള സമ്പുഷ്ടീകൃത യുറേനിയൻ കൈക്കലാക്കുക. അതിന് കാര്യം കാണാൻ കഴുതക്കാലും പിടിക്കണമെന്ന് പറഞ്ഞ പോലെ തസീം മുനീറിന്റെ കാല് പിടിക്കുന്നു. അയാൾ ഇതിനകത്ത് ഇപ്പൊ ഈ പുറത്ത് ഇറാൻ ചർച്ചയ്ക്കില്ല ഒരു കാര്യം എന്നൊക്കെ പറയുമ്പോഴും അണ്ടർഗ്രൗണ്ടില് ബിഹൈൻഡ് ദി കർട്ടൻ ഇവർ ഒരുപാട് നെഗോഷിയേഷൻസ് നടത്തുന്നുണ്ട്. യുറേനിയൻ കൊടുക്കാമെന്ന് ഇറാൻ സമ്മതിച്ചാൽ എല്ലാ പ്രശ്നവും തീരും. അതിനൊപ്പം ഹോർമുസ് തുറക്കണം. ട്രംപിന്റെ എന്താ പറയാ, ഒരു വൈൽഡ് ഡ്രീമാണ് ഹോർമുസിന്റെ നിയന്ത്രണം അമേരിക്കയ്ക്ക് വേണമെന്നുള്ളത്. പക്ഷെ അതൊന്നും നടക്കില്ല. പക്ഷെ അയാളുടെ അപ്പൊ അതിനനുസരിച്ചുള്ള ചർച്ചകളും ലോകത്തിന്റെ മുഴുവൻ നിയന്ത്രണം അവർക്ക് വേണമെന്ന് അവരുടെ ആഗ്രഹം. അതെ അതെ, ഗ്രീൻലാൻഡ് വേണം, കാനഡ വേണം. അവർ മോഹങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. അല്ല, ഇപ്പൊ വെനസ്വേലയിൽ പോയി അവിടെ അവർ ഉദ്ദേശം അവർ സാധിച്ചു. ക്യൂബ ഒരു യുദ്ധം കൂടാതെ തന്നെ പെട്രോൾ കൊടുക്കാൻ സമ്മതിച്ചു. ഇങ്ങനെ അവര് ബലം കൊണ്ട് തന്നെയാണ് അതിക്രമിച്ചിട്ടാണെങ്കിൽ പോലും അവരുടെ ഉദ്ദേശങ്ങളൊക്കെ അവർ സാധിച്ചെടുക്കുന്നുണ്ട്. ഇത് ഒരു പക്ഷേ പരാജയപ്പെട്ടത് ഇറാന്റെ മുമ്പിലാണ്. ഒരു പക്ഷേ ഒബാമയോ ഹിലരി ക്ലിന്റനോ ആരെങ്കിലും ആയിരുന്നെങ്കിൽ പോലും അവർക്കാർക്കും ഇങ്ങനെ നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് ട്രംപിനെ കൊണ്ട് മാത്രമേ പറ്റൂ. അയാളൊരു കോമാളി വേഷം കെട്ടുകയും എന്നാൽ അയാളുടെ ഉദ്ദേശങ്ങളെല്ലാം വളരെ തന്ത്രപരമായി അയാൾ കരുതീക്കി കടവിലെത്തിക്കുകയും ചെയ്യാണ്. ഇപ്പം ഇയാളുടെ ഉദ്ദേശം ഇവിടെ പൂർണ്ണമായി സാധിക്കുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇല്ല. കാരണം ഇറാനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു ട്രംപ്. ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല. എങ്കിൽ ഒരു പക്ഷേ യുദ്ധത്തിന് ഇറങ്ങുക പോലുമില്ല. അതാ ഞാൻ പറഞ്ഞ പൊട്ടനാണെന്ന് ഞാൻ. അത് തന്നെ, അല്ല പൊട്ടനല്ല. അതിന് രണ്ട് കാരണങ്ങൾ. ഒന്ന്, ഇയാൾക്ക് ഈ പെട്രോളിനോടുള്ള ആർത്തി, അമേരിക്കയുടെ ആർത്തി, അത് ഇയാൾ റെപ്രസെന്റ് ചെയ്യുന്നു. രണ്ടാമത് ഈ സമ്പുഷ്ടി പേടിയുള്ളവരാണ് അമേരിക്കക്കാർ. ഭയങ്കര ഭയമാണ്. മറ്റുള്ളവരെയൊക്കെ എതിർത്ത് അവരെയൊക്കെ സുപ്രീമസിയിൽ അവർ നിർത്തുന്നതിൻ്റെ കാര്യം ഇവരാരെങ്കിലും തലവെക്ക് ശക്തിയായാൽ അവർക്ക് കുഴപ്പമെന്നാണ്. ഇപ്പൊ എന്നാൽ ഇന്ത്യ ഒരിക്കലും വളരാൻ നമ്മൾ സമ്മതിക്കില്ല എന്നൊരു അമേരിക്കൻ സെനറ്ററോ ആരോ പറഞ്ഞു. അവരുടെ മനസ്സതാണ്.
ഒരാളും ഒരു ഇന്ത്യയുടെ വളർച്ച അവരോട് സമ്മാനം ചോദിച്ചിട്ടാണോ ഇന്ത്യ വളരുന്നത്? അതെ. ഇതുപോലെയാണ് എല്ലായിടത്തും. അവർക്ക് എവിടെയെങ്കിലും ഒരിടത്ത് അണുബോംബ് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ അവർ സായുധമായി ബലപ്പെടുന്നു. ഇറാഖിനെ അടിച്ചത് എങ്ങനെയാണ്? അവിടെ ന്യൂക്ലിയർ യുദ്ധമുണ്ട്. സിറിയ അടിച്ചത് എങ്ങനെയാണ്? അവിടെ ന്യൂക്ലിയർ ആയുധം ഉണ്ടെന്ന് പറഞ്ഞാണ്. ഇതുപോലെ ലോകത്ത് എവിടെയെല്ലാം അവർ ആക്രമിക്കുന്നു അവിടെയെല്ലാം അവർക്ക് ഭയം ഉണ്ടാവും. ഇവർ നമ്മളെ കടന്നു കെട്ടിക്കളയുമോ, അവർ നമുക്ക് ബദലായി ഒരു ശക്തിയായിട്ട് വരുമോ? പിന്നെ ഡോളറിനെ സംരക്ഷിക്കുക എന്നുള്ള അവരുടെ വലിയ ഒരു പ്രസ്റ്റീജ് സാധനമാണ്. അപ്പോൾ ഈ രാജ്യങ്ങളൊക്കെ, ഇറാൻ ഡോളർ അല്ലാതെ അയൽ രാജ്യങ്ങളോടും ഒരു കച്ചവടം നടത്തുന്നുണ്ടായിരുന്നു. ഇന്ത്യയോട് പോലും അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊക്കെ അവരുടെ നിലനിൽപ്പിന് ഭീഷണി ഉയർത്തുന്നതാണ്. അപ്പം അതുകൊണ്ടാണ് ആ രാജ്യത്തെ തറ പറ്റിക്കണം എന്ന് അവർക്ക് വാശി. പക്ഷേ ഇറാന്റെ കാര്യത്തിൽ ലക്ഷ്യം പൂർണ്ണമായി നേടാൻ ഉറപ്പായിട്ടും ട്രംപിന് കഴിയില്ല. അതിന് കാരണം ഇറാൻ ജനതയുടെയും ഇപ്പം മുഖം രക്ഷിക്കാൻ ഇസ്ലാമാബാദിനെ ഉപയോഗപ്പെടുത്തുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ, മുഴുവനല്ലെങ്കിലും കുറെയൊക്കെ ഈ ആത്യന്തികമായിട്ട് യുറേനിയം കൊടുക്കുന്ന പ്രശ്നമില്ല എന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന അനുസരിച്ച് ഇസ്ലാമാബാദിൽ ഇറാന്റെ പ്രതിനിധി വരില്ല. കാരണം അവർ യുദ്ധക്കുറ്റം ചെയ്തിരിക്കുന്നു അമേരിക്ക. അതെ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ എന്ത് ചെയ്യുന്നത്? JD Vance പുറപ്പെട്ടിട്ടുമുണ്ട്. അപ്പൊ എങ്ങനെ ഇതെങ്ങനെ? അല്ല, ഇതില് ഈ പറഞ്ഞ ഇത് പ്രത്യക്ഷമായിട്ടുള്ള കാര്യം. ഇറാന്റെ ഏതെങ്കിലും ഒരു റെപ്രസെന്റേറ്റീവ് ഇസ്ലാമാബാദിലുണ്ട്. അവര് ആളിനെ വിട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ അസീം മുനീർ തന്നെ അങ്ങനെ ആയിരിക്കാം. അയാൾ തന്നെ ഈ പറഞ്ഞ പോലെ ഇറാന് വേണ്ടി സംസാരിക്കാം, അല്ലെങ്കിൽ ഇറാന്റെ അഭിപ്രായങ്ങൾ എന്ന് പറഞ്ഞ് ഇയാൾ മുന്നോട്ട് വയ്ക്കാം. ഇന്റർലൊക്യൂട്ടറായിട്ട് ചെയ്യാം. അങ്ങനെ ചെയ്യുന്നുണ്ടാവും ചിലപ്പോൾ. പക്ഷെ അതുകൊണ്ടൊന്നും കീഴ്പ്പെട്ടു കൊടുക്കാൻ ഇറാൻ തയ്യാറാവില്ല. അപ്പൊ ട്രംപിന് ഇതിനകത്ത് എന്തെങ്കിലും ഒരു, അപ്പൊ ഹോർമുസ് കടലിലേക്ക് നിരുപാധികം തുറന്നു, അവർക്കൊരു ഫീസ് ചിലപ്പോൾ ഇറാന് അനുവദിക്കും. കാരണം ഇത്രയും വലിയ ഇൻഫ്രാസ്ട്രക്ചർ നാശം ഉണ്ടായതുകൊണ്ട് അത് റീബിൽഡ് ചെയ്യാൻ കാശ് വേണം. അപ്പൊ അത് തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് കൊടുക്കാൻ പറ്റില്ല. അമേരിക്ക ഒറ്റയ്ക്കൊന്നും കൊടുക്കില്ല. നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിട്ടുണ്ട്, അവര് കൊടുക്കില്ല. അപ്പൊ ഇങ്ങനെ നല്ലൊരു തുക കിട്ടും ഈ ടോൾ പിരിവ് നടത്തി. അതെ, ഇങ്ങനെ ഈ ഫീസ് പിരിച്ച് അത് ഉപയോഗിച്ചോളാൻ പറയും. അപ്പൊ അങ്ങനെയൊക്കെ ഒരു സൊല്യൂഷനിലേക്കാണ് ഇത് എത്താൻ പോണത്. പിന്നെ ഇറാൻ പറഞ്ഞിരിക്കുന്ന ഒരു സായുധ കടൽ കൊള്ളയാണ് നടന്നത്. ചരക്ക് കപ്പൽ പിടിച്ചെടുത്തോണ്ട് പോയിട്ട്. അതുപോലെ പിന്നെ ഹൂത്തികളും ഈ അമേരിക്കക്കാരും തമ്മിൽ എന്തോ വ്യത്യാസം എന്ന് മാത്രമല്ല, അമേരിക്ക ചെയ്യുന്നതെല്ലാം യുദ്ധ നിയമങ്ങളുടെ ലംഘനമാണ്. അന്താരാഷ്ട്ര നിയമങ്ങൾക്കെതിരാണ് എല്ലാ കാര്യങ്ങളും. പക്ഷെ അമേരിക്കയ്ക്ക് എന്തും ചെയ്യാം. അതാണ് നമ്മുടെ ലോക വ്യവസ്ഥിതി. എന്തും ചെയ്യാം. മൈറ്റ് ഈസ് റൈറ്റ്, കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നുള്ള രീതിയിൽ അല്ലേ. പക്ഷെ അതുകൊണ്ടൊന്നും ഈ പറഞ്ഞ പോലെ ഇറാൻ ജനതയുടെ നിശ്ചയദാർഢ്യത്വം മാറ്റാനോ തോൽപ്പിച്ചു കളയാനോ ഇയാൾക്ക് പറ്റില്ല. കാരണം അവര് എന്താ പറയാ, അന്ന് തന്നെ കണ്ടില്ലേ ഈ ഇൻഫ്രാസ്ട്രക്ചർ, വൈദ്യുതി, കമ്മ്യൂണിക്കേഷനൊക്കെ ശൃംഖലയൊക്കെ തകർത്ത് കളയുമെന്ന് പറഞ്ഞപ്പോഴേ ജനങ്ങളാണ്, സാധാരണ ജനങ്ങളാണ് വന്ന് സുരക്ഷ ഒരുക്കിയത്. അത് കണ്ടാണ് ഇയാൾ അതിൽ നിന്ന് പിന്മാറിയത്, ആക്രമിക്കുന്നതെന്ന്. ഇപ്പോഴും നമ്മളുടെ ടേംസിനനുസരിച്ച്, അതായത് അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന ടേംസിനനുസരിച്ച് എഗ്രിമെന്റിൽ എത്തിയില്ലെങ്കിൽ 3 ദിവസത്തിനുള്ളിൽ എന്തായാലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും നമ്മൾ തകർക്കും. അപ്പൊ ഇതൊരു സമ്മർദ്ദ തന്ത്രമാണ്. അതെ, നിങ്ങളുടെ എല്ലാ പിന്നെ സിവിൽ കേന്ദ്രങ്ങളും തകർക്കുമെന്നാണ് ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്നത്. ഇലക്ട്രിസിറ്റി, സിവിലിയൻ കേന്ദ്രങ്ങൾ മുഴുവൻ തകർക്കും, ജനങ്ങളെയും കൂടെ കൊല്ലുമെന്നാണ്. അതെ. ഇലക്ട്രിസിറ്റി വിതരണ ശൃംഖല മുഴുവൻ തകർക്കും. അത് നേരത്തെ എന്നാണ് ഇപ്പോഴും അതാണ്. അതെ. പിന്നെ പട്ടാള കേന്ദ്രങ്ങൾ തകർക്കും. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ തകർക്കുക. അല്ല, ഇത് വിധ്വംസനമാണ് അവരുടെ സ്റ്റൈല്. ഇത് പേടിപ്പിക്കലാണ്. പേടിപ്പിക്കുക. സാധാരണഗതിയിൽ ഇറാന്റെ സ്ഥാനത്ത് വേറെ ഏത് രാജ്യമാണെങ്കിലും ഇതിനു മുമ്പ് കറക്റ്റ് പോയാനെ, ജീവൻ തന്നാൽ മതി എന്ന് പറഞ്ഞ് പോയാനെ. പക്ഷെ ഇവര് അങ്ങനെ ഇല്ല, അവരത് നിൽക്കുന്നില്ല. എന്ന് മാത്രമല്ല, ഓരോന്ന് ട്രംപ് പറയുമ്പോഴും അതിനൊരു കൗണ്ടർ സാധനം അവർ പറയുന്നുണ്ട്. ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഈ പറഞ്ഞ യുദ്ധക്കുറ്റമാണ് നടത്തിയത്. ഇനി അവരുടെ ചർച്ചയ്ക്കില്ല. ഇറാനെ പോലെ ഒരു രാജ്യം എന്ന് മാത്രമല്ല, അവരുടെ കപ്പലിനെ തിരിച്ചാക്രമിച്ചു. അതിൽ വലിയ കേടുപാടൊന്നും പറ്റി കാണില്ല. കാരണം ഡ്രോണുകൾ കൊണ്ടാണ് ആക്രമിച്ചത്. അമേരിക്ക സമ്മതിക്കുകയില്ല. പിന്നെ ചെറിയ ബോട്ടുകൾ കൊണ്ട്. പക്ഷെ അതൊന്നും വലിയ ഡാമേജ് അവർക്ക് ഉണ്ടായിരിക്കില്ല. അല്ല, ഇറാൻ ഇപ്പൊ വലിയൊരു ശക്തി, ലോകശക്തിയായിട്ട് തീർന്നിട്ടുണ്ട്. അവർ മൈറ്റിയാണ്. അത് അമേരിക്കയാണോ എന്നുള്ളത് സംശയമാണ്. അമേരിക്കയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ പൊട്ടത്തരം അത് തന്നെയാണ്. കറക്റ്റ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.